നമുക്കൊരു സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാം. അത് എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒരാളുടെ ഞാൻ കണ്ടിട്ട് അതുപോലെയല്ല, എൻ്റെ ഓൺ സ്റ്റൈൽ. ആദ്യം ചൂടുവെള്ളം വെച്ച് അതിനകത്ത് 2 മിനിറ്റ് സോയ ചങ്ക്സ് ഇട്ട് ഉപ്പിട്ട് വെച്ചു 2 മിനിറ്റ്. അത് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ 2-3 വട്ടം കഴുകി നല്ല ഞെക്കി പിഴിഞ്ഞ് അതിനകത്ത് വെള്ളമില്ലാതെ എടുത്തു. എന്ന ശേഷം അതിനകത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മീൻ വറക്കാൻ ഉപയോഗിക്കുന്ന മസാല. അത് ബാക്കി ഇന്നലെ മീൻ വറുത്ത ശേഷം വന്നപ്പോൾ ഞാൻ ഡബലിട്ട് വെച്ചിരുന്നു. അതെടുത്ത് ഇതിനകത്ത് പുരട്ടി. അത് കുരുമുളക്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പ് അധികം ഇടല്ല. ആദ്യം നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടതായതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറച്ചേ ഇടാവൂ. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. ഒരെണ്ണം എടുത്ത് തിന്ന് നോക്കണം, വെന്താണല്ലോ സോയ ചങ്ക്സ്. പിന്നെ അതിനകത്ത് ഇച്ചിരി 2 സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് നമ്മൾ ഇച്ചിരി ഉള്ളി, നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിക്കകത്തോട്ട് ഉള്ളി ചേർത്ത് അത് അധികം വഴറ്റണ്ട. ഉടനെ തന്നെ നമ്മൾ ഈ സോയ ചങ്ക്സും കൂടെ ചേർക്കണം. കാരണം അത് അധികം വഴറ്റിയാൽ ക്രഞ്ചിനെസ് അങ്ങ് പോവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി സോയാ സോസും ചില്ലി സോസും ചേർക്കണം. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണേൽ ടൊമാറ്റോ സോസും ചേർക്കാം. ഇതിപ്പം എനിക്ക് കഴിക്കേണ്ടതാണ്, ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് കഴിക്കേണ്ടതുകൊണ്ട്, പ്രായമുള്ളവർക്ക് കഴിക്കേണ്ടവർക്ക് സ്വീറ്റ് വേണ്ടാത്തത് കൊണ്ട് ഇങ്ങനെ. അതിൻ്റെ കൂടെ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഇച്ചിരി നമ്മളൊക്കെ എന്താ അതിന് പറയുന്നത്, ക്യാപ്സിക്കം കൂടെ ചേർത്തു. ക്യാപ്സിക്കം കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി മല്ലിയിലയും ഇട്ടു. അത് സ്പ്രിങ് ഓണിയൻ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ സ്പ്രിങ് ഓണിയൻ ഇല്ലായിരുന്നു. അത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടോ, അതാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ.